യമുന നദിക്ക് കാളിന്തി എന്നൊരു നാമവും കൂടിയുണ്ട്. കാളിന്തി എന്നുള്ളൊരു നാമം എങ്ങനെയാണ് ലഭിച്ചത് എന്ന് പറയാം. അതായത് ഭഗവാൻ ശിവശങ്കരൻ സതീദേവിയുടെ മരണ ദുഃഖത്തിൽ, ആ ഒരു വിരഹ ദുഃഖത്തിൽ വളരെയധികം വിഷമത്തോടു കൂടി ആ ശരീരം മുഴുവൻ ദുർബലാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയായിരുന്നു. എന്നിട്ട് ഈ യമുന നദിയിലേക്ക് അദ്ദേഹം ആ ദുഃഖം മുഴുവൻ കഴുകിക്കളയാനായിട്ട് യമുന നദിയിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിരഹ ദുഃഖം മുഴുവനും ആ യമുന നദി സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യമുന വളരെയധികം കറുത്ത നിറത്തിൽ ആയിത്തീരുന്നത്. അതായത് അത്രയും ശുദ്ധമായിരുന്ന ഒരു ജലം ആ ഒരു ഭഗവാന്റെ ആ ഒരു വിരഹ ദുഃഖം ഏൽക്കുന്നതിലൂടെ വളരെയധികം കറുത്ത നിറത്തിൽ ആയി മാറുകയാണ്. അങ്ങനെയാണ് യമുന നദിക്ക് കാളിന്തി എന്നൊരു നാമവും കൂടെ ലഭിക്കുന്നത്. മാത്രമല്ല ഇതിന് പിന്നിൽ വേറൊരു കഥയും കൂടെയുണ്ട്. കാളിയൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ, അത് വളരെയധികം കറുത്ത നിറത്തിലുള്ള ഒരു സർപ്പമാണ് കാളിയൻ. ആ കാളിയൻ വസിച്ചിരുന്ന നദി യമുന നദിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാമത്തിലൂടെയും കൂടെ ഈ യമുന നദി അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് കാളിന്തി എന്നും അറിയപ്പെടുന്നത്.